ഇപ്പോൾ സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സാംസൺ, ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ന്യൂസ് 8ന്റെ വലിയൊരു അഭിനന്ദനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ സഞ്ജുവിന്റെ വാർത്തയിലാണ് ഈ ഒരു മണിക്കൂർ ഫോക്കസ് ചെയ്യുന്നത്. അത്രമാത്രം ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എന്താണ് ഒരു അച്ഛൻ എന്ന നിലയിൽ ലോകകപ്പിലേക്ക് എത്തിയ മകന്റെ സന്തോഷം, വിശേഷം പറയാനുള്ളത് താങ്കൾക്ക്? വിശേഷം, അവൻ അവിടെ ചെന്ന് കുറച്ച് കളിച്ച് രാജ്യത്തിന് വേണ്ടി കളിച്ച് കുറച്ച് റണ്ണടിക്കുമ്പോഴേ സന്തോഷമുണ്ട്. ഇപ്പൊ കിട്ടിയ അവന്റെ സെലക്ഷൻ കിട്ടി, സന്തോഷമുണ്ട്. പക്ഷെ രാജ്യത്തിന് വേണ്ടി അവന്റെ ബാറ്റിൽ നിന്ന് കുറച്ച് റണ്ണ് വരുമ്പോഴേ യഥാർത്ഥ സന്തോഷം വരത്തുള്ളൂ. പലതവണ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിളിയാണ്. നമുക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പലരും, അതായത് കഴിഞ്ഞ 2-3 തവണ ഓരോ തവണ സഞ്ജുവിന് ഈ വിളി വരാതിരുന്നപ്പോഴും പരാതികളും സങ്കടവും എല്ലാം മലയാളികളും അതുപോലെ തന്നെ രാജ്യമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഉന്നയിച്ചിരുന്ന അത്തരത്തിലുള്ള പരാതികൾക്കെല്ലാം ഒരു അവസാനമായി ഒരു സമ്മാനമായി സഞ്ജുവിൻ്റെ IPL ഒരു പ്രകടനം നിർണായകമായി എന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഹലോ, എന്നോടാണോ? അതെ 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 അതെ. IPL ഇന്നല്ലല്ലോ സാറേ പെർഫോം ചെയ്യണം. 2013 മുതൽ IPL പെർഫോം ചെയ്യല്ലേ സാർ? പ്രത്യേകിച്ച് ഈ IPL 9 മത്സരങ്ങളിൽ വിരാട് കോഹ്ലിക്ക് തൊട്ട് പിന്നിൽ റൺവേട്ടയിൽ 2ാം സ്ഥാനത്താണ് സഞ്ജു. അതെ, സന്തോഷം. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സഞ്ജു, കേരളത്തിന്റെ നമ്മുടെ അഭിമാനമായ സഞ്ജു കളിയുടെ ശൈലി മാറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ ശൈലി കുറെ കാലം മുമ്പേ മാറ്റാമായിരുന്നു. ഇപ്പൊ നന്നായി ബാറ്റ് ചെയ്യുന്നു, നന്നായി കളിക്കുന്നു, ടൈം എടുത്ത് കളിക്കുന്നു. സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അച്ഛാ, ഈ ഓരോ മലയാളിയും ഈ വാർത്ത കേൾക്കുന്ന നിമിഷം അഭിമാനം കൊണ്ടിരിക്കുകയാണ്. അപ്പം സഞ്ജുവുമായി അച്ഛൻ സംസാരിച്ചോ? എന്താണ് സഞ്ജു ആദ്യമായിട്ട് ഈ ഒരു വാർത്ത, അല്ലെങ്കിൽ ഇത്രമാത്രം വലിയൊരു സന്തോഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ സഞ്ജു എന്താണ് പറഞ്ഞത് ആദ്യമായിട്ട്? ഇന്നലെ വൈകുന്നേരം ഞാൻ എന്റെ മോന് സംസാരിച്ചു. ഈ വേൾഡ് കപ്പ് സെലക്ഷൻ കിട്ടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ചോ ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. കാരണം ഇത് അവൻ എപ്പോഴോ ഡിസർവ് ചെയ്തൊരു കാര്യം. 2013 മുതൽ T20 അവന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എപ്പോഴോ കിട്ടേണ്ട ഒരു സാധനം ഇപ്പൊ കിട്ടി. ഇതൊന്നും വലിയൊരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഭയങ്കര ആഹ്ലാദമൊന്നും ചെയ്യാറില്ല. കാരണം ഇത് അവന്റെ 13+ വയസ്സ് മുതൽ അവൻ ഇന്ത്യ ക്യാമ്പാണ്, കണ്ടിന്യൂ ക്യാമ്പാണ്. Under 14, 15, 16, 17, 18, 19 ഇത്രയും കാലം കണ്ടിന്യൂ ഇന്ത്യ ക്യാമ്പ് ഇന്ത്യ കളിച്ച ആളാണ്. അപ്പോ അതിനുശേഷം നമ്മുടെ സീനിയർ ടീമിലോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടി, കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു, ഡിസ്റ്റർബുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പല കാരണങ്ങളുണ്ടാകും, ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നമ്മുടെ കുഞ്ഞിന്, കേരളത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ അഭിമാനമായ നമ്മുടെ കുഞ്ഞിന് സെലക്ഷൻ കിട്ടിയൊരു സന്തോഷമുണ്ട്. പക്ഷെ ഇനി നമ്മുടെ കുഞ്ഞ് രാജ്യത്തിന് വേണ്ടി പോയി കളിച്ച് ടീമിന് വേണ്ടി പെർഫോം ചെയ്യുക, അവിടെയാണ് നമ്മുടെ എല്ലാവരെയും. സഞ്ജുവിലൂടെ നമ്മുടെ ടീമിലൂടെ ഒരു ലോകകപ്പ് വീണ്ടും ഇന്ത്യയിലേക്ക് എത്തട്ടെ, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നന്ദി ശ്രീ വിശ്വനാഥ്. സാംസൺ, ഭവ്യ 4ാമത്തെ 5ാമത്തെ വയസ്സിൽ മകന് ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിക്കൊടുത്ത് കൈപിടിച്ച് കളിക്കാൻ കൊണ്ടുപോയ ഒരു അച്ഛന്റെ വാക്കുകൾ, സന്തോഷമാണ് നമ്മൾ കേട്ടത്. അതാണ് നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും